നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞാട്ടെ, നമ്മുടെ ഇനിയും ക്ലാസ്സിലേക്ക് വേഗത്തിൽ വരാം. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. നമ്മളെവിടെ വരെയാ പഠിച്ചേ? പറഞ്ഞോ ആൻറ്റി. അയ്യാ, നമ്മൾ സെക്കരിയാവ് തൊട്ടാണ് ഇനി തുടങ്ങേണ്ടത്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലേ? ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ വരച്ചിരിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്തു പക്ഷിയെ പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഇനി അടുത്തത് കാണാൻ വേണ്ടി പോവാണ്. വാൾ ഓഫ് ഫയർ, അഗ്നി മതിലിനെ കുറിച്ച് സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന അതിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. എന്നാണ് സെക്കരിയാവ് ബുക്ക് എഴുതുന്നത്? പറഞ്ഞേ വേഗത്തിൽ, നമുക്കിന്ന് അല്പ കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സെക്കരിയാവ് എന്നാ ബുക്ക് എഴുതുന്നത്? BC 520. ഇത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട് കേട്ടോ, അപ്പൊ അത് നിങ്ങൾ എങ്കിലേ പഠിക്കത്തുള്ളൂ, അല്ലെ എംപോസിഷൻ എഴുതേണ്ടി വരും. പ്രവാചകനാകുന്നതും തൻ്റെ ബുക്ക് എഴുതുന്നതും 520. സെക്കരിയാവ് ഒരു യങ് പ്രോഫറ്റ് ആയിരുന്നു, ഒരു പ്രായം കുറഞ്ഞ ഒരു പ്രോഫറ്റ് ആയിരുന്നു. സെക്കരിയാവിന്റെ സമകാലികനായിരുന്നു ആരായിരുന്നു? ഹഗ്ഗായി ആയിരുന്നു. ഹഗ്ഗായിയും സെക്കരിയാവ് സമകാലികന്മാരാണ്. ഹഗ്ഗായി പ്രായമുള്ള ഒരു പ്രവാചകനായിരുന്നു, പക്ഷേ സെക്കരിയാവ് ഒരു യൗവനക്കാരനായ പ്രവാചകനായിരുന്നു. 520 എന്തുവാണ് ഇസ്രയേലിന്റെ ചരിത്രം? ഞാൻ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഇസ്രയേലിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇസ്രയേലും ഇറാനും കൂടെ കനത്ത പ്രശ്നങ്ങൾ നടക്കുക, യുദ്ധം നടക്കുക. ഇസ്രയേലിലോട്ടും മിസൈൽ ലോഞ്ച് ചെയ്തു, ഇസ്രയേൽ അവിടെ പോയി ലോഞ്ച് ചെയ്തു, പ്രശ്നങ്ങൾ നടക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഇത് സൗത്ത് ഏഷ്യ മൊത്തം വ്യാപരിക്കും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ ഇത് വല്ലാതെ കോളിളക്കം കൊള്ളിക്കും. കാരണം മിഡിൽ ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി മേജർ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മിഡിൽ ഈസ്റ്റ്. കാരണം ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഏഷ്യക്കകത്തുള്ളതാ മലേഷ്യയും ഇന്തോനേഷ്യയും സിംഗപ്പൂരും ഇതെല്ലാം. അവിടത്തേക്കാട്ടിലും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് എവിടെ ആയിരിക്കും അറിയാമോ? സൗദി, UAE, ഈ കുവൈറ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. നമ്മുടെ എന്തുമാത്രം മലയാളി സഹോദരങ്ങൾ അവിടെ കിടപ്പുണ്ട്, അല്ലേ? നമ്മുടെ എത്രയോ പ്രവാസികൾ അവിടെ കിടപ്പുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കാവൽ കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ സ്വസ്ഥതയോടെ അനുഭവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്രയേലിനെ കുറിച്ച് പറയുന്നു 520 ഇസ്രയേലിന്റെ സ്ഥിതി എന്തുവാ? എന്തുകൊണ്ടാ സെക്കരിയാവ് പറയുന്നത്? യെരൂശലേം അതിലെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിന് ചുറ്റും എന്തോ ആയിരിക്കും? തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കാണാൻ പോകും. ആ വാക്യം ഒന്നും കൂടെ വായിക്കാമോ? സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചോട്ടെ. പറഞ്ഞു വായിച്ചു ആന്റി. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ചു. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, നമ്മൾ ആ ഭാഗങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി പോവാം. യെരൂശലേം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവത്തിന്റെ അരുളപ്പാട്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. BC 520 ആര് ഈ ബുക്ക് എഴുതുന്നത്? സെക്കരിയ ബുക്ക് എഴുതുന്നത് 520. പക്ഷേ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം എന്നറിയാമോ? എന്തും കൊണ്ടാണ് മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറഞ്ഞത്? 2, എന്തും കൊണ്ടാണ് തീമതിലായി ഞാൻ വരുമെന്ന് പറഞ്ഞത്?
എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് അതിന്റെ തുടക്കം ഇടാനേ പറ്റത്തുള്ളൂ. 2 കാര്യങ്ങൾ എന്തോ പഠിക്കാൻ പോകുന്നത്. മതിലില്ലാതെ തുറന്നു കിടക്കും. അപ്പൊ ഏത് മതിലാ? അല്ല, ഏത് മതിലാ ഇല്ലാതെ തുറന്നു കിടക്കും എന്ന് പറഞ്ഞ്? അക്ഷരിക മതിൽ. അക്ഷരിക മതിൽ ഇല്ലാതെ തുറന്നു കിടക്കും. അപ്പൊ എന്ത് മതിലാ തീമതിലായിട്ട് വരുമെന്ന് പറഞ്ഞ്? ആത്മീക മതിൽ. ആത്മീക മതിൽ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഓർത്തോണം, നമ്മുടെ ചുറ്റിനും ഒരു ആത്മീക മതിലുണ്ട്. ഇല്ലെങ്കിൽ ആത്മീക മതിൽ മസ്റ്റായിട്ടും വേണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മതിൽ വേണം, കാവല് വേണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. 2, നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഒരു കാവല് വേണം. ഇല്ലെങ്കിൽ അത് വേണം, ബിൽഡ് ചെയ്യണം. 3-മത്തേത്, നമ്മുടെ സഭയ്ക്ക് ചുറ്റും, നമ്മുടെ ദേശത്തിന് ചുറ്റും ഒരു കാവൽ ബിൽഡ് ചെയ്യണം കേട്ടോ. അതെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്. 127 സങ്കീർത്തനം പറയുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ, ആദ്യം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഇതിങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരിക. ഈ 2-3 വിഷയം. ഒന്ന്, സ്പിരിച്വൽ വാൾ. ഏത് വാളാണ് ഇല്ലാതെ പോയത്? സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ വാൾ. ഫിസിക്കൽ വാൾ, 2 വാളും ഇല്ലാതെ പോയി. ദൈവം പറയാം, അഗ്നി മതിൽ ഞാൻ തരും. നിങ്ങൾക്ക് ഫിസിക്കൽ വാള് ഉണ്ടായിരുന്നു, തകർന്നു പോയി. ഇനി ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് വരിക. ഇസ്രയേൽ എന്ന് പറഞ്ഞ ജാതിയെ ദൈവം അവർക്ക് സ്പിരിച്വൽ വാള് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പിരിച്വൽ വാൾ ഉണ്ടായിരുന്നു അവരുടെ ചുറ്റിനും. അതുണ്ടായിരുന്നതിന്റെ അടയാളമാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നു. നീ മുൻപിൽ പോകുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യമുണ്ട്. പിമ്പി ശത്രു വരുമ്പോൾ പിമ്പി സാന്നിധ്യമുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അത് അടുക്കത്തില്ല, ഒരു ബാധ അടുക്കത്തില്ല. ഇതെന്തിനെ കുറിച്ച് കാണിക്കുന്നതാ? ഇത് വോളിനെ കാണിച്ചിരുന്നു കേട്ടോ. വോൾ. ഇസ്രയേലിന്റെ മൊത്തം ചുറ്റിനും എന്തോ ഉണ്ടായിരുന്നു? വോൾ. ആത്മിക മതിലുണ്ടായിരുന്നു, ആത്മിക കാവൽ. വ്യക്തിപരമായിട്ടും അവർക്ക് ചുറ്റും കാവലുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊത്തിരി തെളിവുകളുണ്ട്. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. ഇന്ന് തൊട്ട് യഹോവ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഇവർ മിസ്രയീമിൽ നിന്ന് നടന്നു വരുന്ന വഴികളിലും ദൈവം പ്രൊട്ടക്ട് ചെയ്തേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മിസ്രയീമിൽ നിന്ന് നടന്നു വരുന്ന വഴികളിലും ആരാ പ്രൊട്ടക്ട് ചെയ്തേ? ദൈവം. ഇതിനകത്തൂടെ എന്തോ പഠിക്കാൻ പറ്റുന്നേ. മുമ്പേ അയ്യ പറഞ്ഞതുപോലെ, സങ്കീർത്തനത്തെ കൂടി സംസാരിച്ചതുപോലെ, ദൈവത്തിന് എന്തുവാണ് ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത് എന്തുവാ എന്ന് ദാവീദിന്റെ ലൈഫിൽ കൂടെ കർത്താവ് കാണിച്ചു തരിക. ദാവീദിന്റെ ലൈഫിൽ കൂടെ കാണിച്ചു. ഇതുപോലെ നിങ്ങൾ ഓർത്തോണം, ഇസ്രയേലിന്റെ ചരിത്രത്തിൽ കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ എന്തു വേണം? കാവല് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വേണം? കാവല് വേണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്തു വേണം? ഇസ്രയേലിന്റെ പരിപാലകൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റിനും എന്തു വേണം? നിങ്ങളുടെ ബിസിനസ്സിന് ചുറ്റും എന്തു വേണം? പറഞ്ഞു, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ ആരോഗ്യത്തിന് ചുറ്റും എന്തു വേണം? നിങ്ങളുടെ സമ്പത്തിന് ചുറ്റും എന്തു വേണം? നിങ്ങളുടെ എല്ലാ മേഖലകൾക്കും, മാതാപിതാക്കൾക്ക് ചുറ്റും എന്തു വേണം? കാവൽ. നിങ്ങളും നമുക്കുള്ള സകലത്തിന് ചുറ്റും എന്തു വേണം? ആ വേർഡൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ഉരുവിട്ടെ. എന്തു വേണം? കാവൽ, പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ ഇസ്രായേലിനെ പ്രൊട്ടക്ഷനകത്തൂടെ കൊണ്ടുവന്നു. ദൈവം കനാൻ ദേശത്ത് കൊണ്ടുവന്ന് ഇവരെ ഉറപ്പിച്ചു. കനാൻ ദേശത്ത് കൊണ്ടുവരുമ്പോഴും കനാനി കൊണ്ടുവന്ന് ഉറപ്പിക്കുമ്പോഴും ഇവർക്ക് എന്തോ ഉണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ സുരക്ഷ. ഭയങ്കര സ്പിരിച്വൽ വാളുണ്ട്, ഫിസിക്കലി വാളുണ്ട്. ഇവർക്ക് ഭയങ്കര സുരക്ഷയുണ്ട്. പക്ഷേ എന്തു പറ്റിയെന്നറിയാമോ? ഇവർ ദൈവത്തിന്റെ വചനം വിട്ടു. ദൈവത്തെ വിട്ടുമാറിയപ്പം കനാനി കൊണ്ടുവന്ന് ആക്കുമ്പോഴും, കനാന് ചുറ്റുമല്ല, തൻ്റെ ജനത്തിന് ചുറ്റും കാവലുണ്ട്. പക്ഷെ ഇവരെ കൊണ്ടുവന്നാക്കി ഇവർ ദൈവത്തിന്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ തുടങ്ങി, വളരാൻ തുടങ്ങി, ബെനിഫിറ്റ് അനുഭവിക്കാൻ തുടങ്ങി. ഒത്തിരി നാളുകൾ ദൈവത്തിന്റെ അപ്പുറത്തു. ഇനിയും ദൈവം മറന്നുപോയി കാണും. ദൈവത്തിന് ഇനി ഒന്നും അറിയത്തില്ല. ദൈവത്തിന് ഇപ്പൊ ദൈവത്തിനൊന്നും അറിയാൻ വയ്യാതെ പോയാണ്, കാരണം പ്രായമായി കാണുമെന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? ഇവർ ദൈവത്തിന്റെ വചനം തെറ്റിച്ചു. വചനം തെറ്റിച്ച് അതിന്റെ പല ഘട്ടങ്ങളെ, ഏകദേശം
490 വർഷമാണ് ഇവർ ദൈവത്തിന്റെ ശബത്ത് തെറ്റിച്ച്. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പറഞ്ഞു, നിങ്ങൾ കൂടെ റെസ്പോണ്ട് ചെയ്തേ. 490 വർഷം എന്ത് തെറ്റിച്ചു? ദൈവത്തിന്റെ ശബത്ത്. ഒന്നാം വർഷം ശബത്ത് തെറ്റിച്ചപ്പോ, ഒന്നാമത്തെ വർഷം ശബത്ത് തെറ്റിച്ചപ്പോൾ എന്ന് വെച്ചാൽ 7-ാം വർഷത്തെ ശബത്ത് തെറ്റിച്ചപ്പം ദൈവം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇതിനകത്തൂടെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങള് ഒരു ദിവസം നമ്മൾ പള്ളിയിൽ പോകാതിരുന്നാൽ ഒന്നും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. 2-ാം ദിവസം പള്ളിയിൽ പോയാൽ ഒന്നും പറ്റത്തില്ല, 3-ാം ദിവസം ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ എല്ലാം കൂടെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാൻ 770 എന്നുള്ളൊരു കണക്ക് പറഞ്ഞായിരുന്നു. 770 ദൈവം എത്ര പ്രാവശ്യം ക്ഷമിക്കും? 770. എന്തോ 770ന്റെ കണക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. എവിടെ വന്നാ നിൽക്കുന്നേ? 490. പഴയ നിയമത്തിലെ കണക്കാ. ദൈവം എല്ലാം നോക്കും, ദൈവം എല്ലാം നോക്കും. പിന്നീട് നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. ഈ വില കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വില നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആയുസ് തോന്നുന്നു. നമ്മൾ എത്തേണ്ടിയ സ്ഥലങ്ങളിൽ, എത്തേണ്ടിയ മഹത്വത്തിൽ എത്തത്തില്ല. പലപ്പോഴും പറ്റുന്ന അങ്ങനെ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു പാഠം പണ്ട് തൊട്ടേ എടുത്തേക്കുന്നത്, ഒരിക്കലും സ്പിരിച്വൽ ലൈഫിൽ പറ്റില്ല. ചില ഇടയ്ക്കൊക്കെ ഞാൻ വീണു പോകാറുണ്ട്. പലയിടത്തും ഈ പ്രാർത്ഥിക്കാൻ പറ്റാതെയും ഓട്ടത്തിനിടയ്ക്കും അങ്ങനെയൊക്കെ ആയിപ്പോ. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം ഇവിടെ വരെ എന്നെ ഓടിച്ചു. പക്ഷെ ദൈവവചനം പറയുന്നത് പഠിപ്പിച്ചേ പറ്റൂ. അത് പാസ്റ്റർ ആണേലും ആരാണേലും പഠിപ്പിച്ചേ പറ്റും. ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കണം എന്ന് ബൈബിൾ പറയുന്നു. പാസ്റ്റർ ഉൾപ്പെടെ ആരാണെങ്കിലും ഇതൊരിക്കലും മാറ്റമില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം, ബൈബിൾ വായിച്ചിരിക്കണം. അത് ദൈവവചനം അങ്ങനെ പറയുന്നു. ഞാൻ ഇടയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്കത് അങ്ങനെ വെള്ളം ചേർത്ത് പറയാനും പറ്റത്തില്ല. ദൈവവചനം പറയുന്ന അങ്ങനെ പഠിപ്പിച്ചേ പറ്റും. നോക്കിയേ, 490 വർഷം ദൈവത്തിന് എന്ത് തെറ്റിച്ചു? ശബത്ത്. ഇത് കഴിഞ്ഞു. ഇത് 490 വർഷം എത്തുമ്പോൾ യെരമ്യാവിന്റെ കാലഘട്ടം എത്തി. ജെറമ്യാവിന്റെ കാലഘട്ടം എത്തി. യെരമ്യാവിന്റെ കാലഘട്ടം എത്തിയപ്പോഴത്തേക്കിന് യെരമ്യാവിൽ കൂടെ ദൈവം പറയാൻ തുടങ്ങി. നമ്മള് സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരിക. നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ദൈവവചനം ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും ഒരുപോലെ ഇരിക്കും. പക്ഷെ ഇപ്പം പഠിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്, എഴുതിയെടുക്ക്. ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ഗ്രഹിക്കുക. നിങ്ങൾക്ക് ചോദിക്കണം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിയാൽ മതി, നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ദൈവവചനം പഠിക്കുകയും കൂടെ ചെയ്യാം. നിങ്ങൾക്കിതൊരു ട്രെയിനിങ്ങാണ്. നാളുകളിൽ നിങ്ങൾ ഇത് ഒരിക്കലും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമോ നിങ്ങൾ മറക്കത്തില്ല. ഇങ്ങനെ ഈ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് തക്ക സമയത്ത് നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കയറി വരും. കണക്റ്റഡ് ആയിരിക്കും. ജെറമ്യാവിന്റെ കാലമെത്തി. യെരമ്യാവിന്റെ കാലം എത്തിയപ്പോഴും യെരമ്യാവ് പറഞ്ഞു, ഇസ്രായേലെ മടങ്ങി. ഇവർ കേൾക്കുന്നില്ല. എപ്പോഴും ഓർത്തോണം, ദൈവത്തിന്റെ അടുക്കൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതിന് മുമ്പേ ദൈവം പ്രവാചകന്മാരെ അയക്കും. നമ്മളെ ശിക്ഷിക്കുന്നതിന് മുമ്പേ അല്ലെ ദൈവം നമ്മളോട് സംസാരിക്കും. ഒന്നീ സ്വപ്നങ്ങളിൽ സംസാരിക്കും, അല്ലെ ആലോചനകളിൽ സംസാരിക്കും. പലവട്ടം ദൈവം സംസാരിക്കും, എന്നിട്ടേ ദൈവം ശിക്ഷിക്കത്തുള്ളൂ. കേട്ടോ, ദൈവം പലവട്ടങ്ങളിൽ സംസാരിക്കും. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം ഇടപെടുന്നത് ആരിക്കൂടെ, കൊച്ചു കുഞ്ഞിക്കൂടെ ആണേലും ദൈവശബ്ദമാണെന്ന് കാണുമ്പോൾ അതിന് വില കൊടുക്കണം, അതിനെ നെഗ്ലക്റ്റ് ചെയ്യില്ല. യെരമ്യാവിന്റെ കാലഘട്ടം എത്തി. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞാണെന്ന് ഞാൻ ഓർക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. യെരമ്യാവിന്റെ കാലഘട്ടങ്ങളിൽ നടന്ന പറഞ്ഞായിരുന്നു. യെരമ്യാവിനെ ചെറുപ്രായത്തിൽ തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞായിരുന്നോ ആൻറ്റി? ഞാൻ ഓർക്കുന്നില്ല. യെരമ്യാവിനെ പറഞ്ഞിട്ടില്ല. യെരമ്യാവിനെ ചെറുപ്രായത്തിൽ അധികം വിളിച്ചു വേർതിരിക്കുന്നേ. യെരമ്യാവ് 1:5 കിടപ്പുണ്ട്. യെരമ്യാവിന്റെ അടുക്കൽ ദൈവത്തിനൊരാളെ ദൈവം ജനിപ്പിച്ചതിന്റെ മുമ്പിൽ ഉദ്ദേശമാണ്. നമ്മൾ ഓരോരുത്തരും ജനിച്ചതിന് മുമ്പിൽ ദൈവത്തിന് ഉദ്ദേശമാണ്. ആ യെരമ്യാവ് ജനിച്ച ഉടനെ അല്പബാലനായി ഇരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ അടുക്ക വന്ന് പറയാം, യെരമ്യാവേ, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനും അതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നത്. എന്റെ കർത്താവേ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ്, ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ കൊച്ചിന്റെ ഭാവി എന്തുവാന്ന് അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റുന്നത്, അല്ലേ? ഒരു 10-25 വയസ്സാകാതെ പറയാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയുക, നീ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തത്. കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഇത് ജൂയിഷ് കൾച്ചറുകൾ പഠിക്കണം. ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തത്. നിങ്ങൾ ഓർത്തേ, അപ്പൊ ഒരു കുഞ്ഞിന്റെ ജനനത്തിനു മുമ്പേ ദൈവത്തിന് അവനെ അറിയാം.
ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവൻ ഭൂമിയിൽ ജനിച്ചത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ഭൂമി ജനിച്ചത്. നെയ്തൻ മോൻ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ കർത്താവ് എന്നോട് അവന്റെ പേര് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവന് ആശ 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പം ദൈവം എന്നോട് പറഞ്ഞ, 6 or 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, അവന്റെ പേര് പറഞ്ഞു, നെയ്തൻ എന്ന് കർത്താവ് അവന്റെ പേര് എന്നോട് പറഞ്ഞു. അപ്പൊ ദൈവത്തിനൊരു കുഞ്ഞിന്റെ ഭാവി അറിയാം. ദൈവത്തിന്റെ കുഞ്ഞിന്റെ ഭാവി അറിയാം. നെഹമ്യാ മോൻ ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് എനിക്കൊരു വിഷൻ തന്നു, എനിക്കൊരു കർത്താവ് ഒരു സ്വപ്നം തന്നു. എനിക്കറിയാം കർത്താവ് തരാൻ പോകുന്ന ഒരു നന്മ എന്തുവായിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ ഒക്കെ ദൈവത്തിന്റെ പർപ്പസിലാണ് ജനിച്ചത്. ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? യഹൂദന്മാരുടെ 31-ാം ദിവസം നടക്കുന്ന സെറിമണിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വന്ന് 5 ഷേക്കൽ വെള്ളി കൊടുത്ത് വിലക്ക് മേടിക്കണം. എന്തിനാ വിലക്ക് മേടിക്കുന്ന കൊച്ചിനെ? കൊച്ച ആരുടെയാ? ദൈവത്തിന്റെ. അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് എന്തുവാ? ഇപ്പൊ ഞങ്ങളെ തന്നെ ഉദാഹരണം എടുത്തു. നെയ്തൻ മോനും നെഹമ്യാ മോനും ഞങ്ങളിൽ ആശയിലും എന്നിൽ കൂടെ കിട്ടിയേക്കുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ അകത്തൊരു സ്പിരിറ്റ് വന്നു. അത് എവിടുന്ന് വന്നു? നിങ്ങളുടെ കൈ കിട്ടിയ കുഞ്ഞുങ്ങളുടെ സ്പിരിറ്റ് എവിടുന്ന വന്നേ? ദൈവം. ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ആരുടെയാ നോക്കിക്കോ. അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്ന നമുക്ക് കിട്ടിയേക്കുന്ന എന്തുവാ? ശരീരം. അതുകൊണ്ട് മക്കളെ കാണാൻ പറഞ്ഞ അപ്പനെ പോലെ കണ്ണ്, അമ്മയെ പോലെ മൂക്ക്, ചെവി, അങ്ങനെ എന്നൊക്കെ പറയുന്നത് അങ്ങനെ. പക്ഷെ നിങ്ങളുടെ സ്പിരിറ്റ് എവിടുന്ന വന്നേ? ദൈവത്തിൽ നിന്ന്. നമ്മുടെ ഈ ശരീരം നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോമോ? 70 or 80 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ ഇടുമോ? നിങ്ങൾ ഈ മിണ്ടാതിരിപ്പ് കണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്നും ഇരിക്കാനുള്ള പോക്ക് പോലെ. ഇവിടെ ഇട്ടിട്ട് പോമോ? നമ്മള് പോവും. എങ്ങോട്ട് പോവും? നമ്മുടെ ശരീരം അപ്പനും അമ്മയുടെ ഒന്നും കിട്ടിയാ അതിവിടെ ഇടും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? നമ്മള് പിതാവിങ്കിലേക്ക് പോവും. അയ്യോ അല്ലേ, നമുക്കൊരു പിതാവുണ്ട്. നമ്മുടെ കരങ്ങളിൽ തന്നേക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്താൻ തന്നെന്നാ പറഞ്ഞേക്കുന്നേ. ഞാനിത് പഠിപ്പിച്ചില്ലേ? സിരിയാനി ഓർക്കുന്നുണ്ടോ? മദേഴ്സ് ഡേ. ഇത് ഫാദേഴ്സ് ഡേയാ. അതുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോയല്ലേ? മദേഴ്സ് ഡേയുടെ അന്ന് ഇതാ പഠിപ്പിച്ചേ. ജെരമ്യാവിനോട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞെന്ന്. അയ്യോ എന്റെ അമ്മേ, എന്റെ കർത്താവേ. നിങ്ങളത് പഠിക്കണം. ഞാൻ ഇന്നൊക്കെ എനിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി സംഭവം ദൈവമക്കൾ മനസ്സിലാക്കണം. അബ്രഹാമിന്, അയ്യോ എവിടെ തൊട്ട് വരണം? അബ്രഹാമിനെ ദൈവം വിളിച്ച എത്രാം വയസ്സിലാ? 75-ാം വയസ്സിൽ. അബ്രഹാമിന് 85 വയസ്സുള്ളപ്പം കുഞ്ഞുങ്ങളുണ്ടോ? പറ, എല്ലാരും പറ. കുഞ്ഞുങ്ങളില്ല. ഉറപ്പാണേ? ഉറപ്പിച്ച് പഠിക്കാം. കുഞ്ഞുങ്ങളുണ്ടോ? എത്രാം വയസ്സിലാ കുഞ്ഞുങ്ങളെ കിട്ടുന്നേ? 100-ാം വയസ്സിൽ. പറഞ്ഞു, ഉറപ്പോടെ പറഞ്ഞു. 100-ാം വയസ്സ്. ഞാൻ തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങൽ. 100-ാം വയസ്സിൽ. പക്ഷെ 85-ാം വയസ്സിൽ ദൈവം ജോസഫിന്റെ കാര്യം പറഞ്ഞു. 85-ാം വയസ്സിൽ ദൈവം മോസസിന്റെ കാര്യം പറഞ്ഞു. 85-ാം വയസ്സിൽ ദൈവം 30 ലക്ഷം ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ബൈബിളിൽ കിടപ്പുണ്ട്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇസഹാക്ക് ജനിക്കുന്നത് 100-ാം വയസ്സിലാ. ആണോ? ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന്റെ 11-ാമത്തെ മകനാണ് ജോസഫ്. ദൈവം അബ്രഹാമിനോട് 85-ാം വയസ്സിൽ ജോസഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മോസസ് എത്രാം വയസ്സിലാ? യോസഫ് കഴിഞ്ഞ് 4 തലമുറ കഴിഞ്ഞ് വരുമ്പോഴാണ് മോസസ് വരുന്നത്. 4-ാം തലമുറയിലാണ്. 30 ലക്ഷം ഇസ്രായേൽ മക്കളോ? ബൈബിളിൽ എവിടെ ഇത് കിടക്കുന്നതെന്ന് അറിയാമോ? ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ, ഞങ്ങളുടെ കുടുംബത്തെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നെയ്തൻ മോനോ നെഹമ്യാ മോനോ, നെഹമ്യാ മോന്റെ കുഞ്ഞിന്റെ കാര്യം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? ആരെങ്കിലും വിശ്വസിക്കുമോ? ആന്റി ഇത് പറഞ്ഞിട്ടുണ്ട്. എത്ര അധ്യായത്തിൽ കിടപ്പുണ്ടെന്ന് അറിയാമോ? ജെനസിസ് 15 കിടപ്പുണ്ട്.
ഉൽപ്പത്തി 15. ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ? അയ്യാ, ഡിഡ് യു റിമെമ്പർ ദിസ്? ജെനസിസ്. എന്നാ പിന്നെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എടുത്തു നോക്കാം. ഒന്ന് നോക്കിക്കേ, ജെനസിസ് 15 നോക്കിക്കേ. ജെനസിസ് 15 ഒരു 6-7 വാക്യങ്ങൾ തൊട്ട് താഴോട്ട് വായിച്ച്. ജെനസിസ് 15 എടുത്തേ. പെട്ടെന്ന് വായിച്ചോ. ആ ആ ഓക്കെ ആൻറ്റി, അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. അത് ആരുടെ കാര്യോ? ഇത് ഉൽപ്പത്തി 15, അബ്രഹാമിന് 85 വയസ്സുള്ളപ്പോഴും. കേട്ടോ, ഉൽപ്പത്തി 15 എഴുതുന്നത് ആ ചരിത്രം അബ്രഹാമിന്റെ എത്രാം വയസ്സിലെ ചരിത്രമോ? 85. ഇനി ദൈവം ഒരു യാഗം നടത്തി 85-ാം വയസ്സിൽ. യാഗമല്ല, കവനന്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഉടമ്പടി ചെയ്തു, പക്ഷെ ഫെയിലായിപ്പോയി. പക്ഷിയെ പിളർന്നില്ല. ദൈവം ഇറങ്ങി വന്നിട്ട് പറയാ, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. ആരുടെ കാര്യമാണ് പറഞ്ഞ ദൈവം? മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞു. 30 ലക്ഷം ജനത്തിന്റെ കാര്യമാണ് പറഞ്ഞു. ഇനി അടുത്തത്, ആ ദേശക്കാരെ അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. ഇനി എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും എന്ന് പറഞ്ഞത് ആരിൽ കൂടെ ദൈവം ഈജിപ്തിനെ ന്യായം വിധിച്ചത്? മോശസിൽ കൂടെ. മോശയെ കൂടാണ് ന്യായം വിധിച്ചത്. ഇനി അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. ആണോ? ദൈവം പറഞ്ഞോ നിങ്ങൾ ഇറങ്ങുമ്പം മിസ്രയീമിനെ കൊള്ളയിട്ടോളാൻ പറഞ്ഞോ? ആ സമ്പത്ത് ഉണ്ടാക്കി കൊടുത്ത ആരാ? ഇവിടെ നോക്കിയോ, ആരാ സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തേ? ജോസഫ്. അറിയാമോ അത്? ജോസഫിനെ സ്വപ്നം കണ്ടതിന്റെ പേരിൽ വിറ്റ് കളഞ്ഞിട്ട് അവിടെ ചെന്നു. 30-ാം വയസ്സെത്തിയപ്പോഴത്തേന് പുള്ളി മിസ്രയീമിന്റെ മൊത്തം അധികാരിയായി. മിസ്രയീമിന്റെ മൊത്തം അധികാരിയല്ലേ, പുള്ളി അടിമയായിട്ട് ഇവിടെ വന്നതാ. ഞാൻ എടുത്തൊരു ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഡ്രീംസ് എന്ന് പറഞ്ഞൊരു വിഷയം യൂട്യൂബിൽ കിടപ്പുണ്ട്. ചെറുക്കൻ 17-ാമത്തെ വയസ്സിൽ അടിമയായിട്ട് ഇവിടെ വന്നതാ. പക്ഷേ 30-ാമത്തെ വയസ്സ് 39-40 വയസ്സെത്തുമ്പോഴത്തേന് മിസ്രയീമിനെ മൊത്തം പുള്ളി മേടിച്ചു. മിസ്രയീമിനെ മൊത്തം അടിമയാക്കിയവൻ. ജോസഫ് അടിമയാക്കിയെന്ന് കേട്ടിട്ടുണ്ടോ അത്? അത് പിന്നെ പറയാം. ബൈബിളിൽ കിടപ്പുണ്ട്. ആന്റിക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? മിസ്രയീമിൽ അടിമയായിട്ട് വന്നതാ. പക്ഷേ മിസ്രയീമിന്റെ മൊത്തം ക്ഷാമം കടിയുന്നതിനോടകം ജോസഫ് എല്ലാരെയും അടിമയാക്കി മേടിച്ചു. പിന്നെ ബൈബിളിൽ ഞാൻ ആ യൂട്യൂബിൽ കിടക്കുന്ന ക്ലാസ് എടുത്ത് കണ്ടോ? ഇനി ജോസഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാരിവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. കണ്ടോ? അമോര്യയുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പം ഒരു കുഞ്ഞു ജനിക്കുന്നതിനെക്കാട്ടിൽ മുമ്പേ കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഇനി എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അമോര്യരുടെ അക്രമം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞേക്കുന്ന അകൃത്യം, അവരുടെ അകൃത്യം. ഇപ്പം ദൈവം ഇപ്പം നമ്മളിങ്ങനെ എന്നാ ഇതും കൊണ്ട് കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഇത് നമുക്ക് പിന്നീട് ചിന്തിച്ചു വരാം, അതിനുള്ള സമയമുള്ളൂ. ദൈവം ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ ദൈവം അവരെ ചുമ്മാതെ ശിക്ഷിക്കത്തില്ല. അവരുടെ അകൃത്യം കംപ്ലീറ്റ് ആകണം. നെയ്തൻ ഫാൻ ഓഫ് ചെയ്തേ. അവരുടെ അകൃത്യം കംപ്ലീറ്റ് ആകണം. ഉദാഹരണത്തിന് സോദോം ഗൊമോറയിലേക്ക് ദൈവം 2 ദൂതന്മാരെ അയച്ചു. 3 പേര് വന്നു, അബ്രഹാമിന്റെ വീട്ടിൽ ഫുഡ് കഴിച്ചു. ഒരാൾ അവിടെ നിന്നു. 2 പേര് സോദോം ഗൊമോറയിലേക്ക് പോയി.
സോദോം ഗൊമോറയിലേക്ക് പോയിട്ട് എന്തു പറ്റി? അവരുടെ അകൃത്യം എത്ര ഉണ്ടെന്ന് നോക്കാൻ പോയത്. പറഞ്ഞു അബ്രഹാം ഇപ്പുറത്ത് നിന്ന് ദൈവത്തോട് സംസാരിക്കുക. ദൈവം പറഞ്ഞു, ഒരു നീതിമാനെ കാണിച്ചാൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. ഒരു നീതിമാൻ. അവരുടെ അകൃത്യം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ, അവിടെ ബൈബിൾ പറയുന്ന വേർഡ് ഇങ്ങനെ, ആ ദേശം അവരെ ഛർദ്ദിച്ചു കളയും. ആ ദേശം അല്ലെ ദൈവം നശിപ്പിച്ചു കളയും. കാരണം ദൈവത്തിൻ്റെതായി ദേശം മൊത്തം. സുപ്രീം അതോറിറ്റി ആരുടെയാ? ദൈവത്തിൻ്റെ. നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ ഡെമോക്രറ്റിക് അല്ല ദൈവത്തിന്റെ സിസ്റ്റം. നമ്മളെല്ലാം വിചാരിച്ചേക്കുന്നത് എന്തുവാ? ഡെമോക്രാറ്റിക്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് ഇഷ്ടമുണ്ട്, കുറച്ചു പേർക്ക് ഇഷ്ടമില്ല, കുറച്ചു പേര് ന്യൂട്രലാ, കുറച്ചു പേർ വേറെ രീതിയിൽ, ഇതിനനുസരിച്ച് വോട്ടിട്ട് എടുക്കുന്നവനായിരിക്കും. അങ്ങനെയൊന്നുമില്ല ദൈവപദ്ധതിയിൽ. ദൈവത്തിന്റെ സിസ്റ്റം ഡെമോക്രാറ്റിക് അല്ല, ദൈവത്തിന്റെ സിസ്റ്റം തിയോക്രസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതുകൊണ്ട് പള്ളിയിൽ ഇലക്ഷൻ ഇല്ല. പള്ളിയിലെ ഇലക്ഷന്റെ പരിപാടി ഡെമോക്രാറ്റിക്കാണ്. ഇലക്ഷൻ പരിപാടി ഇല്ല, പള്ളിയിൽ സെലക്ഷനേ ഉള്ളൂ. പള്ളിയിൽ സെലക്ഷനേ ഉള്ളൂ. പക്ഷെ നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ സിസ്റ്റം ഇലക്ഷൻ അല്ല, ദൈവത്തിന്റെ സിസ്റ്റം എന്തോ സെലക്ഷനാണ്. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കാൻ തോന്നിയ നാട്ടുകാരോട് ചോദിക്കത്തില്ല, ഞാൻ സോളമനെയായ തെരഞ്ഞെടുത്തോട്ടെ, നിങ്ങളെല്ലാം കൂടെ ഒന്ന് വോട്ടിട്ടേ എന്ന് ദൈവം പറയത്തില്ല. ദൈവത്തിന് ഒരാളോട് കരുണ തോന്നണമെന്ന് തോന്നിയാൽ കരുണ തോന്നും. ഇപ്പൊ കർത്താവിന് വിജിൻ ബ്രദറിനെ അഭിഷേകം ചെയ്യണം എന്ന് വെച്ചോ. വിജിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പം, വിജിൻ ഇപ്പം നമ്മുടെ ബേൽബെഥേൽ ചർച്ചിന്റെ കൂടെ നിൽക്കുക, കർത്താവ് എന്നോട് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ദൈവം മിക്കവാറും ചെയ്യുന്നത് എന്നിൽ കൂടെ ആയിരിക്കും. കാരണം ആരിൽ കൂടെ? അഹരോന്റെ താടിയിൽ കൂടെ ഒഴുകുന്ന അഭിഷേക തൈലമെന്നാണ്. ദൈവം അഭിഷേകം ചെയ്യും. അപ്പൊ ദൈവത്തിന് എന്റെ പെർമിഷൻ വേണ്ട അഭിഷേകം ചെയ്യാൻ. ഞാൻ പറയുന്ന വേർഡ് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളെ ആരെങ്കിലും അഭിഷേകം ചെയ്യാൻ എൻ്റെ പെർമിഷൻ വേണ്ട. പക്ഷെ എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പകർച്ചയായിരിക്കും ആരുടെ മേൽ പകരുന്നേ? വിജിന്റെ മേലും സഭയിലുള്ള നിങ്ങളെ ഓരോരുത്തരുടെ മേലും പകരുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷെ അഭിഷേകം ചെയ്യാൻ എന്തു വേണം? പെർമിഷൻ വേണോ? നിങ്ങൾ പറഞ്ഞേ, പെർമിഷൻ വേണ്ട, പെർമിഷൻ വേണ്ട. ഇനി ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പം നിങ്ങൾ എല്ലാവരും കൂടെ സഭയെല്ലാം കൂടി ഒന്ന് വോട്ടിട്ടേ ഞാൻ വിജിനെ തെരഞ്ഞെടുക്കാൻ പോകും. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം ചെയ്യത്തില്ല. അനിത ആരെ തെരഞ്ഞെടുക്കാൻ പോകുമ്പോഴും, അനിതാണ്ടി ആയിരിക്കാം, സിനിയാണ്ടി ആയിരിക്കാം, ഗസി ആയിരിക്കാം, നെയ്തമോനായിരിക്കാം, ദൈവ കരുണ തോന്നണമെന്നുള്ളവർ, ആശയായിരിക്കാം, കുഞ്ഞായിരിക്കാം, കരുണ തോന്നണമെന്നുള്ളവരോട് ദൈവത്തിന് അപ്പം ദൈവത്തിന്റെ സെലക്ഷൻ അങ്ങനെ തിയോക്രസിയ. ഇനി ആ അമോര്യരുടെ അക്രമം എന്ന് പറഞ്ഞാൽ അവരുടെ മ്ലേച്ഛതയുടെ സ്കോർ, നമ്മുടെ ഭാഷ പറഞ്ഞ സ്കോർ കംപ്ലീറ്റ് ആണ്. അതാ പറഞ്ഞ് അവരുടെ അകൃത്യം, അക്രമം എന്ന് എഴുതിയേക്കുന്നത്, അവരുടെ ഇനിക്വിറ്റി, അവരുടെ പാപം, അവരുടെ ലംഘനം, അവരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല, പൂർത്തിയായിട്ടില്ല. കാരണം പൂർത്തിയാകാതെ ദൈവം അവരെ ശിക്ഷിക്കത്തില്ല. ദൈവം അവർക്ക് ചാൻസ്. ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്തുവെന്നറിയാമോ? നിങ്ങൾ നോക്കിക്കേ, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന വേർഡ് ഒന്നോ നോക്കിക്കേ. അക്രമം എന്ന് എഴുതിയേക്കുന്ന വേർഡിന്റെ അർത്ഥം ഇനിക്വിറ്റി എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇനിക്വിറ്റി എന്ന് എഴുതി. ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ അകൃത്യം എന്നർത്ഥം. അക്രമം എന്നല്ല, അകൃത്യം. ആണോ ഗസ്യ? അതിന്റെ 16 വായിച്ചോ. ഇനിക്വിറ്റി ഓഫ് ദി അമോറൈറ്റ്സ്. മതി, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിക്വിറ്റി എന്ന് പറഞ്ഞ അകൃത്യം എന്നാ. ദൈവം അവരുടെ അകൃത്യം സോദോം ഗൊമോറ അടിച്ചു. പിന്നെ അടുത്ത ബൈബിൾ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട്, ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ദേശം നീ ഓർത്തോ, നിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല ഞാൻ നിനക്ക് തരുന്നേ. ഈ ദേശത്ത് വസിച്ചവരുടെ അകൃത്യവും അക്രമവും മ്ലേച്ഛതയും കൊണ്ട് അവരെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞു. അവരെ ഞാൻ തന്നെ തകർത്ത് കളഞ്ഞു. ദൈവം അവർക്ക് അവസരം കൊടുത്തു മടങ്ങി വരാൻ. നിങ്ങൾ ഇനി അടുത്തൊരു വേർഡ് നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞു നിർത്തുക. ഇതൊന്നും ഇനി പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ദൈവം ഇസബേലിന് പോലും മാനസാന്തരപ്പെടുക്കാൻ സമയം കൊടുത്തു. ശരിക്കും പറഞ്ഞ ലൂസിഫറിന് പോലും ദൈവം വെയിറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പഠിക്കാമെങ്കിൽ കാണാം. ലൂസിഫറിന് പോലും. ലൂസിഫർ എല്ലാം ഇവൻ ഒറ്റ ദിവസം കൊണ്ടല്ല 3 ദൂതന്മാരെ കൊണ്ടുപോകുന്നേ.
ഒരു ദിവസം കൊണ്ടല്ല. ഇവന്റെ വ്യാപാരത്തിന്റെ ബഹുത്വം നിമിത്തം ഇവൻ ചെറുക അഹങ്കരിച്ചു. ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ദൈവത്തിനറിയാം. പക്ഷെ ഇവൻ എവിടെ കയറി തൊട്ടുന്നറിയാമോ? ഇവൻ സകല ദൈവത്തിന്റെ സിംഹാസനത്തെ കയറി തകർത്ത് കളയെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഇവന്റെ അഹങ്കാരത്തിന്റെ പ്രൈഡ് എത്തി. അത് കഴിഞ്ഞ് അവനെ വെട്ടിത്താഴിയിടും. 3-1 ദൂതന്മാര് പോയി. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3 അവൻ ഒറ്റയടിക്ക് വെട്ടിത്താഴിയിട്ടു. ഇവന്റെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം വെയിറ്റ് ചെയ്യും. ഇസബേലിനെ പോലും ദൈവം മടങ്ങി വരാൻ വെയിറ്റ് ചെയ്യും. ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയെ ദൈവം വെറുക്കുന്ന സ്ത്രീയാ കേട്ടോ. ബൈബിളിലെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് കാണാം. അവിടെ നിന്റെ മാംസം തെരുവ് നായ്ക്കൾ നക്കും കേട്ടോ. കാരണം എന്തുമാത്രം വ്യക്തികളെയും നശിപ്പിക്കുകയും ഇസ്രയേലിൽ മൊത്തം മ്ലേച്ഛത കൊണ്ടുവന്നതിന്റെ മെയിൻ കാരണം ആരാന്നറിയാമോ? ഇസബേല. അവൾ എവിടുന്നാ കൊണ്ടുവന്നേ? അവിടെ ദേശത്തുനിന്ന്, സീദോനിൽ നിന്നാണ്. നോക്കിയേ, അവൾക്ക് പോലും മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തു. പക്ഷെ മനുഷ്യർക്ക് മാനസാന്തരപ്പെടാൻ അവസരങ്ങളുണ്ട്. ജീവനോട് ഇരിക്കുമ്പോൾ ലൂസിഫറിന് ഇനി ഒരു അവസരവുമില്ല. ലൂസിഫറിന് അവന് അവസരമില്ല. അവനെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞേക്കാം. ഇനി അവനെ ന്യായം വിധിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ദൈവം മാറ്റിവെച്ചിരുന്ന സമയം. അപ്പം അമോര്യരുടെ അക്രമം എന്ന് പറഞ്ഞേക്കുന്ന വേർഡ് അവരുടെ അകൃത്യമാണ്. ഇനിക്കുറ്റി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അകൃത്യമെന്നാണ്. പാപം, ലംഘനം, അകൃത്യം. അപ്പൊ നിങ്ങൾ മനസ്സിലായോ? അമോര്യരുടെ നമ്മൾ ഇവിടുന്ന് ഇവിടോട്ട് വന്നു കണ്ടോ. ഇത് വേറെ ഭാഗം, ഇത് വേറെ ഭാഗം. നോക്കിയേ, അബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിൽ വിളിച്ചു. 85-ാമത്തെ വയസ്സിൽ ദൈവം ജോസഫിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞു. നിങ്ങൾ പറ, ജെറമിയാവ് ജനിച്ചപ്പം ദൈവത്തിന്റെ പർപ്പസിലാണോ ജനിച്ചത്? പറഞ്ഞു. യെരമ്യാവിൽ കൂടെ ദൈവം പറഞ്ഞു, യെരമ്യാവെ, ഈ ജനത്തെ തിരിച്ചു കൊണ്ടുപോവാ. നീ ഞാൻ പറയുന്നത് പറ, ഞാൻ നിന്റെ നാവി തരുന്നത് പറ. ഞാൻ അടുത്ത ആഴ്ച യെരമ്യാവ് തൊട്ട് തുടങ്ങാം. ഞാൻ നിന്റെ നാവി തരുന്ന പറ, നിന്നെ വിടുവിക്കാൻ എൻ്റെ കാര്യമുണ്ട്. പറ 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 പറഞ്ഞു ഇവര് കേട്ടില്ല. യെരമ്യാവിനെ ഉപദ്രവിച്ചു, അടിച്ചു. പല രീതിയിൽ യെരമ്യാവിനെ പല ഘട്ടങ്ങൾ ഉപദ്രവിച്ചു. BC 606 എത്തിയപ്പം ജക്കന്യ, ഞാൻ ആ പേരിടുന്നില്ല, ജക്കന്യ അങ്ങനെ പല പേര്, ഒരു പേരാ പക്ഷെ പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട്. യൊക്കന്യാവു എന്നങ്ങനെ കണ്ട അദ്ദേഹത്തിന്റെ പേര്. ഒരു രാജാവ്, ഇസ്രയേലിൽ പഠിച്ചുകൊണ്ടിരുന്ന, യെരുശലേമിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ്. ആ രാജാവിന്റെ കാലഘട്ടം എത്തിയപ്പം ദൈവം പറഞ്ഞു, ഇസ്രയേലിനോട് പറഞ്ഞേര്, ഇവർ 70 വർഷക്കാലം പ്രവാസത്തിൽ പോയി ബാബേൽ രാജാക്കന്മാരെ സേവിക്കും. ഇത് പ്രവാചകന്റെ വായിന്ന് റിലീസ് ചെയ്യും. ദൈവം റിലീസ് ചെയ്യും. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളൊരു കാര്യം റിലീസ് ചെയ്യുമ്പോൾ ഓർത്തോണം, വളരെ സൂക്ഷിച്ചോ, വളരെ സൂക്ഷിച്ചോ. ഇന്നറിയത്തില്ല അതിന്റെ റിസൾട്ട്, റിസൾട്ട്. ദൈവം എപ്പോഴും ഒരു കാര്യം റിലീസാക്കാതെ ആരെങ്കിലും ഒരാൾ റിലീസ് ചെയ്യണം. അറിയാമോ? നിങ്ങൾ കേട്ടോ, വേറൊരു വേർഡ് കേട്ടോ, ഏലി പുരോഹിതൻ ദൈവത്തിന്റെ കാഴ്ചപ്പാടും എല്ലാം നഷ്ടപ്പെട്ടവനാ. പക്ഷെ ഏലി പുരോഹിതൻ തൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന ഒരു മകളുടെ മേൽ പറയേണ്ടി വന്നു. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു. അന്ന എന്ന് പറഞ്ഞൊരു മകൾ വന്ന് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഏലി പുരോഹിതൻ പറയേണ്ടി വന്നു, മോളെ നീ എന്തിനാ പ്രാർത്ഥിച്ചത്? അത് അടുത്ത വർഷം ദൈവം നിനക്ക് തരട്ടെ, റിലീസ് ചെയ്യും. ആ ഏലി പുരോഹിതൻ കണ്ണു കാണാൻ വയ്യാത്തവനാ, മക്കളെ പോറ്റാത്തവനാ, അല്ലെ, മക്കളെല്ലാം വഴിതെറ്റും. പക്ഷെ അധികാരത്തിൽ ഇരിക്കുന്നവൻ ചിലത് റിലീസ് ചെയ്യാതെ ചില സംഭവിക്കത്തില്ല. നിങ്ങൾ അതുകൊണ്ട് എന്നും ഓർത്തോണം, നിങ്ങളുടെ വായിൽ നിന്ന് പോലും അരുതാത്തൊരു വാക്ക് വരരുത്. ദൈവദാസന്മാരായിട്ടുള്ള ആൾക്കാരും ഒരിക്കലും ദൈവജനത്തിന് നേരെ ഒരു വാക്ക് പറയില്ല. പറഞ്ഞോ, ദൈവത്തിന്റെ ജനത്തിന് നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആൻസർ കൊടുക്കേണ്ടത്. പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും ഞാൻ എന്ത് ചെയ്ത്, എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മേൽ അഭിഷേകം കിടപ്പുണ്ട്, ഒന്നും പറ്റത്തില്ല. ഡേഞ്ചറസാ അല്ല. എത്രയോ വ്യക്തികൾ, ഞാനിതൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ബാലൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ചില വ്യക്തികൾ ദൈവമക്കളെ അനുഗ്രഹിക്കുന്നതിന് പകരം ആ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവമക്കളുടെ വഴികളെ പ്രാർത്ഥിച്ചവരെ അടച്ചു. അതിനാ എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത്.
പ്രാർത്ഥിച്ചടച്ചു. എന്തു പറ്റി? കുഴപ്പമില്ലാതെ കുറേ നാളും കൂടെ പോയി. പക്ഷേ ഈ പാസ്റ്റർ തന്നെ പുള്ളി അവസാനം തകരേണ്ടി വന്നു. വിശ്വാസികളെ എല്ലാം ദൈവം കറക്റ്റ് സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്തു. അവരെ എല്ലാം തക്ക സ്ഥലത്ത് ദൈവം കൊണ്ട് നട്ടു. പക്ഷെ ആർക്ക് നഷ്ടം പറ്റി? ആ പാസ്റ്റർക്ക് നഷ്ടം പറ്റി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ദൈവസന്നിധി നമ്മൾ പറയുന്ന ഓരോ വാക്കും ഭയങ്കര ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും ദൈവമക്കൾ പറയുന്ന വാക്ക്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ സഭയോട് പറയുന്ന വേർഡ് ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കും. ഭയങ്കര സൂക്ഷിച്ചിരിക്കണം. അത് ഏറ്റവും നല്ല വാക്കേ പറയാം. നിങ്ങൾ അവരെ അനുഗ്രഹിക്കും, സഭയെ അനുഗ്രഹിക്കും, നിങ്ങളിലേക്ക് അനുഗ്രഹം വരും. ആരെന്തൊക്കെ ചെയ്താലും അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. റിലീസ് ചെയ്ത് യെരമ്യാവ് പറഞ്ഞു. യെരമ്യാവിൽ കൂടെ ദൈവത്തിന് യെരമ്യാവിൽ കൂടെ പറയാ ചെയ്യത്തില്ല. ഇല്ല, ദൈവം ആക്കിയ അഭിഷക്തൻ റിലീസാക്കാതെ ചിലത് വരത്തില്ല. BC 606 പറഞ്ഞു, ഈ ജനം പ്രവാസത്തിൽ പോട്ടെ, ഇവർ 70 വർഷം ബാബേൽ രാജാക്കന്മാരെ സേവിക്കും, അതിനുശേഷം ഞാൻ ഇവരെ മടക്കി കൊണ്ടുവരും. യെരമ്യാവ് പറഞ്ഞു. 70 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എന്തുവാ 7? ദൈവത്തിന്റെ 7ന്റെ പ്രമാണം തെറ്റിച്ച ശബത്ത് എന്ന് വെച്ചാൽ സൺഡേ എന്ന് വെച്ചോ. ശബത്ത് എന്ന് വെച്ചാൽ സൺഡേ അല്ല, സാറ്റർഡേയാ ശബത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്കിന്ന് പഠിക്കാനുള്ളത് ദൈവത്തെ ആരാധിക്കാനുള്ള സമയം തെറ്റിച്ചു. ഒരിക്കലും തെറ്റിക്കല്ല. നിങ്ങൾ സാറ്റർഡേ പ്രിപ്പയർ ആകണം. നിർത്തട്ടെ. 70 വർഷക്കാലം 70 years നിങ്ങൾ പ്രവാസത്തിൽ പോകും എന്ന് പറഞ്ഞു. അന്നാണ് BC 606 നെബുക്കദ്നേസർ 2 കയറി വരുന്നത്. ഞാൻ N2 എന്ന് എഴുതുക. നെബുക്കദ്നേസർ 2 കയറി വരുന്നു. ബാബിലോണിയ രാജാവായ നെബുക്കദ്നേസർ 2 വന്ന് ഒത്തിരി പേരെ പിടിച്ചോണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒത്തിരി പേരെ പിടിച്ചോണ്ട് പോയവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് അന്ന് പിടിച്ചോണ്ടുപോയ ആൾക്കാരാണ്. എന്ന് പിടിച്ചോണ്ട് പോയെന്നറിയാമോ? BC 606 പിടിച്ചോണ്ടുപോയ നെബുക്കദ്നേസർ 2 ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ് കേട്ടോ. ഇന്നത്തെ ഇറാഖിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? അന്ന് കൊണ്ടുപോയ ആൾക്കാരാണ് ദാനിയേൽ, ഷദ്രക്, അബേന്ദ്രഗോ, സ്പെല്ലിംഗ് ഞാൻ ഓർക്കുന്നില്ല. ഡാനിയേൽ, ശദ്രക്, മേശക്, അബേന്ദ്രഗോ, ഇത്രയും പേരെ പിടിച്ചോണ്ട് പോയി. ഇവരെ മാത്രമല്ല പിടിച്ചോണ്ട് പോയത്, ദാവീദ് രാജാവിന്റെ കുലത്തിൽപ്പെട്ടവരെ പിടിച്ചോണ്ട് പോയി. കിങ് ഡേവിഡിന്റെ കുലത്തിൽപ്പെട്ടവരെ, കുലീനന്മാരെയും രാജസന്തതിയിലുള്ളവരെ പിടിച്ചോണ്ട് പോയി. ഇവര് 3 പേരും രാജസന്തതിയിലുള്ളവരാ. ദാവീദ് രാജാവിന്റെ വംശത്തിലുള്ളതാ ഡാനിയേൽ കേട്ടോ. കുലീനന്മാരെ പിടിച്ചോണ്ട് പോയി. എന്ന് പിടിച്ചോണ്ട് പോയി? BC 606. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. BC 606 പിടിച്ചോണ്ട് പോയി. എന്തും കൊണ്ടാ പിടിച്ചോണ്ട് പോയെ? ആ കാരണം കൂടെ കാണാം. എന്തുകൊണ്ടാ പിടിച്ചോണ്ട് പോയെ? ഇവർക്ക് ഫിസിക്കൽ വോളുണ്ട്. ആർക്കുണ്ട്? യെരുശലേമിന് ചുറ്റും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? പക്ഷേ എന്തു പോയി? സ്പിരിച്വൽ വോൾ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്തോ ഉണ്ട്? യെരുശലേമിന് ചുറ്റും എന്തോ ഉണ്ട്? മതിലുണ്ട്. യെരുശലേമിന് ചുറ്റും വലിയ മതിലുണ്ട്, പർവ്വതങ്ങളും ചുറ്റിയിട്ടുണ്ട്. യെരുശലേമിൽ ആലയമുണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. പക്ഷെ എന്ത് നഷ്ടമായി? ആത്മീക കാവല് നഷ്ടമായി. സ്പിരിച്വൽ വോള് പോയി. ആത്മീക കാവല് നഷ്ടമായപ്പോൾ ഫിസിക്കൽ മതില് മാത്രമായി. ഫിസിക്കൽ മതില്
സ്പിരിച്വൽ മതിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇടിയപ്പെടും. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടിന് ചുറ്റും ആത്മീക മതിൽ വേണം. ആത്മീക മതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കോട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്കിനി മുന്നോട്ട് പഠിക്കാം. BC 606 ശ്രദ്ധിച്ചോണേ, BC 606 സ്പിരിച്വൽ വോള് പോയി, പക്ഷെ ഫിസിക്കൽ വോൾ ഇടിഞ്ഞിട്ടില്ല. യെരുശലേമിന് ചുറ്റുമുള്ള മതിൽ ഇടിയുന്നത് നെബൂഖദ്നേസർ രാജാവിന്റെ 3ാമത്തെ വരവിലാണ്. അപ്പൊ ഒന്നുകൂടെ എഴുതുക. 606 BC ആദ്യമേ വന്നു, രണ്ടാമത് വരുന്നത് 596 രണ്ടാമത് വന്നു, മൂന്നാമത് വരുന്നത് 586 മൂന്നാമത് വന്നു. മതിലിടിയുന്ന എന്നാണെന്നറിയാമോ? ഫിസിക്കൽ മതിൽ ഇടിയുന്ന 3ാമത്തെ വരവിലാണ്. സ്പിരിച്വൽ മതിൽ പോകുന്നത് എന്നാ പോയത്? 606 ഏകദേശം അത് നമുക്ക് ആത്മീക മതിൽ പോയ എന്നാണെന്ന് എക്സാക്ട്ലി കണക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ആത്മീകമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഈ കാവല് മാറിക്കഴിയുമ്പോഴേ അറ്റാക്ക് വരത്തുള്ളൂ. 606 അറ്റാക്ക് വന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയോ? 606 എന്ത് നഷ്ടമായി? സ്പിരിച്വൽ. അപ്പം ആദ്യത്തെ കൂട്ടരെ പിടിച്ചോണ്ട് പോയി, 606 പിടിച്ചോണ്ട് പോയി. രണ്ടാമത്തെ കൂട്ടരെ രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചോണ്ട് പോയി. അത് ഞാൻ പറയാം. ഒന്നാം കൂട്ടരെ ഇവിടെ പിടിച്ചോണ്ട് പോയി, രണ്ടാം കൂട്ടരെ കുറച്ചുപേരെ പിടിച്ചോണ്ട് പോയി, ബൈബിളിൽ പേര് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കൂട്ടരെ പിടിച്ചോണ്ട് പോകുന്നു. മൂന്നാമത്തെ കൂട്ടരെ പിടിച്ചോണ്ട് പോവുക മാത്രമല്ല, ഫിസിക്കൽ മതിലിടിഞ്ഞു, ആലയം തകർന്നു, വീടുകൾ കത്തിച്ചു, വാള് ചലിച്ചു, മൊത്തം തകർന്നു. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടോ? ശരി. നമ്മൾ എവിടെ തൊട്ടാ പഠിച്ചു വന്നേ? ജെറമിയാവിന്റെ കാര്യം. നിങ്ങളൊന്ന് ഇത് ഓർത്തിരുന്നു അയ്യ. യെരമ്യാവിന്റെ കാലം. ഞാനിത് കളയുന്നില്ല. ഇത് അടുത്ത ആഴ്ച നമുക്ക് റീകോൾ ചെയ്യാം. ഇവിടെ തൊട്ട് നമുക്ക് പഠിക്കാം. ശരി, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ദൈവം മതിൽ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ദൈവത്തിന്റെ കാവല് നൽകണമേ. കർത്താവ് ഞങ്ങളെ കാവല് നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് കാവല് നൽകണമേ. സ്തോത്രം. മനസ്സിലായോ? അതോ ഇച്ചിരി കട്ടിയായി പോയോ? മനസ്സിലായി? കർത്താവേ, പലയിടത്തും ഒന്നും ഡീവിയേറ്റ് ചെയ്താ പറഞ്ഞത്. വിജയൻ ബ്രദറിന് മനസ്സിലായോ? പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഈ ആഴ്ചയിലും ദൈവം നമ്മളെ കൊണ്ടുവന്നു. നിങ്ങൾ കേൾക്കുന്നത് ഗ്രഹിക്കുക, പഠിക്കുക, വീട്ടിൽ പോയി ചിന്തിക്കുക. വെനസ്ഡേ മീറ്റിങ്ങിന് എല്ലാവരും ഒരുമിച്ച് കൂടണേ. വെനസ്ഡേ മറക്കല്ലേ. കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളൊന്ന് ഒരുമിച്ച് ഇത്രയും നേരം കേട്ട ദൈവവചനവും എല്ലാം നിങ്ങൾ ഓർത്തത് ദൈവത്തോട് നന്ദി പറഞ്ഞു. നന്ദി കർത്താവേ. യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇന്നുവരെയും പരിപാലിച്ചതിന് സ്തോത്രം. ഇന്നുവരെയും നടത്തിയതിന് സ്തോത്രം. ക്രൂശിലെ രക്തത്തിന്റെ ശക്തിക്കകത്ത് ഞങ്ങളെ വിടുവിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. എല്ലാത്തിനുമായി സ്തോത്രം. ഞങ്ങൾക്ക് കാവല് തന്നു. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കാവൽ നമ്മുടെ മീതെ ഉള്ളത് കൊണ്ടാണ്. കർത്താവെ, അങ്ങ് കാവല് തന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സൂക്ഷിച്ചു. സ്വർഗീയ പിതാവെ, എല്ലാത്തിനുമായി സ്തോത്രം. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോളമനയ്യയ്ക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. അനിതാൻഡിക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. സിനിയാൻഡിക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. വിജിൻ ബ്രദറിനായി സ്തോത്രം, തന്റെ കുടുംബത്തിനായി സ്തോത്രം. നോയലിനായി സ്തോത്രം, തന്റെ കുടുംബത്തിനായി സ്തോത്രം. സിസ്റ്ററിനായി സ്തോത്രം, തന്റെ കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ പപ്പായ മമ്മിക്കായി സ്തോത്രം. റോബിനായി സ്തോത്രം. വിജയ് ബ്രദറിനായി സ്തോത്രം. കർത്താവെ, റിജോഷിനായി സ്തോത്രം. കർത്താവെ, ആലയത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം.
ചന്ദ്രലേഖാന്റിക്കായി കുടുംബത്തിനായി സ്തോത്രം. ആ പ്രിയ മാതാവ് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ആ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രശാന്തിനായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം വിടുവിക്കണമേ. ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ദൈവം സഹായിക്കണമേ. എൽബെദേൽ ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ ആലയത്തെയും പരിസരത്തെയും കർത്താവ് സൂക്ഷിക്കണമേ. ഈ ദേശത്തിനായി സ്തോത്രം. മാർത്തഹള്ളിക്കായി, ബാംഗ്ലൂർ പട്ടണത്തിനായി, കർണാടകയ്ക്കായി സ്തോത്രം. സൗത്ത് ഇന്ത്യക്കായി സ്തോത്രം. കർത്താവ് ഇന്ത്യക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിന് കർത്താവ് കാവൽ നൽകണമേ. കർത്താവ് ഞങ്ങളുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ മടക്കയാത്രയെ കൂടിയിരിക്കണമേ. കർത്താവെ മണ്ടയിൽ തിങ്കളാഴ്ച ഒരു സ്നാനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിന്റെ മീതെ കർത്താവിന്റെ കരമുണ്ടായിരിക്കണമേ. ആ മകളെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളെയും കർത്താവ് നിയന്ത്രിക്കണമേ. കൃപയിൽ പൊതിയണമേ. കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ദൈവം കൃപ നൽകണമേ. മഹത്വം ദൈവം എടുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. ഹൃദയം തുറന്ന് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ജനം ഒരു അനുഗ്രഹമാകട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവം മാനിക്കണമേ. കൃപയിൽ പൊതിയണമേ. അടിയനെ കുടുംബത്തെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൗഖ്യം തരണമേ. കൃപയിൽ പൊതിഞ്ഞാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും, നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേ. ജനന കർത്താവിനെ ശബ്ദം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ